എല്ലാവർക്കും നല്ല നമസ്കാരം. നല്ല നമസ്കാരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള LF ഹോസ്പിറ്റലിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഹോസ്പിറ്റലിന് പതിവിലും വിപരീതമായിട്ടൊരു കാഴ്ച ഇവിടെ കാണുകയാണ്. ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വരുന്ന വഴിയുടെ ഓരത്തായിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന നഴ്സുമാർ സമരത്തിലാണ്, വലിയ സമരത്തിലാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു സാധാരണക്കാരന് കിട്ടേണ്ട സാലറി പോലും കിട്ടുന്നില്ല എന്നുള്ള വലിയ പരിഭവവും വേദനയുമാണ് ഇവർ ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. UNA എന്ന് പറയുന്ന നഴ്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമായ സംഭവം, കേരളത്തിലെ ഏത് നീതിരഹിതമായിട്ടുള്ള ഇടപെടലുണ്ടായാലും അവിടെ ശബ്ദമുയർത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നേതൃത്വം കൊടുക്കുന്ന LF ഹോസ്പിറ്റലിൽ ഈ നീതി നിഷേധകമായിട്ടുള്ള അടിസ്ഥാന ശമ്പളത്തിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള സമരത്തിന് വേണ്ടി അണിനിരക്കുന്ന ഈ നഴ്സുമാരുടെ സമരപ്പന്തലിലേക്ക് ഏതെങ്കിലും വൈദികർ കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. റവറൻ ഫാദർ വട്ടോലിയച്ച അങ്ങ് എവിടെയാണ്? അങ്ങ് കുർബാന പ്രശ്നത്തിൽ അങ്ങ് ഇടപെടുന്നു, അങ്ങ് കന്യാസ്ത്രീമാരുടെ സമരത്തിൽ ഇടപെടുന്നു, അങ്ങയെ ഈ നഴ്സുമാരുടെ സമരത്തിൽ കാണുന്നില്ലല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എവിടെയാണ്? ആരെയും കാണുന്നില്ലല്ലോ. ഈ കേരളത്തിനകത്ത് നീതി നിഷേധകമായ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ കടന്നു വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരെവിടെയാണ്? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. കർദിനാളിനെതിരായിട്ടുള്ള സമരത്തിൽ മാത്രമാണോ നിങ്ങൾ കടന്നു വരിക? ഇവിടെ നിങ്ങളുടെ ആശുപത്രിയുടെ മുന്നിൽ ഒരു പറ്റം ബഹുഭൂരിപക്ഷം വരുന്ന നഴ്സുമാർ സമരത്തിനിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള ശമ്പളത്തിന് വേണ്ടി നിങ്ങളുടെ മാനേജ്മെന്റിന്റെ മുന്നിൽ അവർ കണ്ണീരും പരിവട്ടവുമായി ഈ പൊരിവെയിലത്ത് നിന്ന് അവർ സമരം ചെയ്യുന്ന ഗതികേടാണ് പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്ന LF ഹോസ്പിറ്റൽ ഉൾപ്പെടെ ലിസി ഹോസ്പിറ്റൽ ഉൾപ്പെടെ നിരവധി ആശുപത്രികളുടെ മുന്നിൽ ഈ നഴ്സുമാർ സമരത്തിനിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് അച്ഛന്മാരെ? നിങ്ങൾ എവിടെയാണ്? കുർബാന വിഷയവും കർദിനാളിന്റെ വിഷയവും മാത്രമാണോ നിങ്ങൾക്കുള്ളത്? കന്യാസ്ത്രീമാരുടെ സമരത്തിൽ അണിഞ്ഞിരുന്ന നിങ്ങൾ എവിടെ പോയി? ഈ നഴ്സുമാരുടെ സമരം ഇതാ ഇവിടെ നിൽക്കുകയാണ്. കുടുംബമായി ജീവിക്കുന്ന ഈ പാവപ്പെട്ട നഴ്സുമാർ സമരം ചെയ്യുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. നിങ്ങൾ കണ്ണു തുറക്കില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. സമരമായി തന്നെ സമരസപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസം ഈ പൊരുവയിലത്ത് ഈ മാതിരി നഴ്സുമാർ ഇവിടെ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഭയായിരുന്നിട്ട് പോലും അതിനൊരു മനസാക്ഷി കാണിക്കാതെ ഞങ്ങൾ ഈ വെയിലത്ത് കുത്തിയിരിക്കാനാണ്. പിന്നെ എന്നാണെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനമായിട്ട് ഞങ്ങൾ ഇത് തിരിച്ചു കയറുന്നത്. ഈ ചായയുടെ കീഴിൽ വരുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അവർ ഈ സുവിശേഷ സംഗതികളൊക്കെ ഉദ്ഘോഷിക്കുന്ന അച്ഛന്മാരാണല്ലോ ഇതിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് LF ഹോസ്പിറ്റലിനോടുള്ള ഇടപെടലും കാര്യങ്ങളും എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതീവ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സാലറി കാര്യങ്ങളും ഞങ്ങളുടെ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഹോസ്പിറ്റലിനെതിരായിട്ട് നിന്നിട്ടുള്ളൂ. അത് തരാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. എറണാകുളം അങ്കമാലി അതിരൂപത കാര്യാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ചായയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീതി സൂചകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും വൈദികരോ മറ്റാളുകളോ നിങ്ങൾ സമരം സന്ദർശിക്കുകയോ കാര്യമായിട്ട് ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും.
ഞാനിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് ജോലി ചെയ്തിരുന്ന നഴ്സുമാർ ഇന്നതിന്റെ പടിവാതിൽക്കൽ ഈ പൊരി വെയിലത്ത് ഏകദേശം 300-ന് താഴെ വരുന്ന നഴ്സുമാർ ഇവിടെ സമരം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന മാലാഖമാരെന്നറിയപ്പെടുന്ന ഈ നഴ്സുമാർ ഇന്നവരുടെ ജീവിതം ഏറെ ദുസ്സഹമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് പോലും കിട്ടുന്ന ശമ്പളത്തിന്റെ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ന് ഈ നഴ്സുമാർ ഇവിടെ സമരത്തിനിരിക്കേണ്ട ഗതികേടിലാണ്. 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് ആകെ ഒരു 3000 രൂപ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജോലികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന സാലറി എത്രയാണ്? ഒരു ടൈൽ പണിക്കാരന് ഒരു ദിവസം കിട്ടുന്ന സാലറി എത്രയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു നഴ്സിന് കിട്ടുന്ന എന്താണ്? അപ്പോളോ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമല്ല, മറിച്ച് ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളുടെ സംഘടനയുള്ള KPHA ആണ് ഈ നഴ്സുമാരുടെ ഈ ശമ്പള വർധനവിനെതിരെ നിൽക്കുന്ന ഒരു പ്രധാന ഘടകം. തീർച്ചയായിട്ടും ഈ നഴ്സുമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുസ്സഹമായ ജീവിത അന്തരീക്ഷത്തിനെതിരെ ഇവരിന്നിവിടെ വീണ്ടും വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളോ ആര് തന്നെ ഇത് കൃത്യമായി തന്നെ എടുത്ത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഈ നഴ്സുമാർക്ക് മുഴുവൻ സപ്പോർട്ടും നൽകുകയാണ്. ഇവരുടെ ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ഈ ജീവിത ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന ഈ നഴ്സുമാർക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഈ നഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്ന് 2ാം ദിവസം അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുൻവശത്ത് നമ്മൾ ഇരിക്കുന്ന പോലെ ഈ സർവീസ് റോഡിന്റെ ഓരങ്ങൾ ചേർന്ന് ചെറിയ ചെറിയ പൊതിച്ചോറുകളുമായിട്ട് കുടുംബപരമായിട്ട് കഴിയുന്ന ഈ നഴ്സുമാർ ഇന്ന് പൊരി വെയിലത്ത് നിന്ന് സമരം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലും ഉണ്ടാകാം ഇത്തരത്തിലുള്ള ജീവിക്കുന്ന മാലാഖമാർ. ജീവന് കൂട്ടിരിക്കുന്ന മാലാഖമാരാണെന്ന് സമരത്തിനിരിക്കുന്നത്. ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, ഈ സമരത്തിന് അഭിവാദനങ്ങൾ നേരുന്നു. തീരട്ടെ ഇവരുടെ പ്രശ്നങ്ങൾ. ജീവിത അവകാശത്തിന് വേണ്ടി നേരിടുന്ന ഇവർക്കായിട്ട് നമുക്ക് കൈകോർക്കാം. ഇവരും നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടാണ്. ജീവന് കൂട്ടിരിക്കുന്ന ഈ മാലാഖമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? 10 വർഷം മുമ്പ് 2016-ൽ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പറഞ്ഞ തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം. ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സുമാർക്ക് തതുല്യമായിട്ടുള്ള വേതനം പ്രൈവറ്റ് ആശുപത്രികളെ നഴ്സുമാർക്കും നൽകണമെന്നുള്ള നമ്മുടെ ആവശ്യം 2016 മുതൽ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ തുടരുന്ന ഈ സമരം കേവലം ഒരു നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് KPHA മുനയൊടിക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഈ ആശുപത്രി എന്നേക്കുമായി ഇവിടെ അടഞ്ഞു കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു പേഷ്യന്റിനെ പോലും ഇല്ലാതെ നല്ലൊരു സ്ഥാപനം KPHAയുടെ വാക്കു കേട്ടുകൊണ്ട് അടച്ചിടാനാണ് അപ്പോളോ അറ്റ്ലസിന്റെ തീരുമാനമെങ്കിൽ സംഘടനയുടെ നയം വ്യക്തമായിട്ട് പറയാം. KPHAയുടെ നിർദ്ദേശപ്രകാരം അടച്ചിടാനാണ് തീരുമാനമെങ്കിൽ അടച്ചിട്ടോളൂ എന്ന് തന്നെയാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. അതല്ല, നല്ല രീതിയിൽ ആശുപത്രി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ പറയുന്ന കരിങ്കാലികളുടെ വാക്കു കേൾക്കാതെ നമ്മൾ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ അടുത്ത നിമിഷം നഴ്സുമാർ ഇവിടെ ഡ്യൂട്ടിക്ക് കയറാൻ തയ്യാറാണ്. ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് സംഘടന ആഹ്വാനം ചെയ്തിട്ടില്ല. നഴ്സുമാരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അവ സംരക്ഷിക്കുന്നതിനും മാന്യമായിട്ട് നമുക്കിവിടെ ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിവിടെ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള കപട പ്രചാരണം നടത്തി പൊളിക്കാനാണ് ഭാവമെങ്കിൽ ഒന്നേ പറഞ്ഞേക്കാം, ഇപ്പോഴുള്ള ഈ സമരം വളരെ അതിശക്തമായിട്ട് തന്നെ ഇതിനു മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കേവലം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3-4 ദിവസം ഇവിടെ ഇരുന്നാൽ നഴ്സുമാർ തിരികെ കയറുമെന്നാണ് പല മാനേജ്മെന്റും വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2013-ൽ 115 ദിവസം മദർ ആശുപത്രിയുടെ മുമ്പിൽ സമരം നേടിയിട്ടാണ് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ വാങ്ങിച്ചെടുത്ത സംഘടനയാണ് UNA എന്ന് ഓർത്താൽ നല്ലത്. നിലവിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ ചർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ നിലവിലായിട്ടില്ല. തുടർന്നും ഇങ്ങനെ തന്നെയാണെങ്കിൽ സമ്പൂർണ്ണ പണിമുടക്കുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം എങ്ങനെയാണ്? അതിനോട് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്താണ്? സർക്കാർ എടുത്ത തീരുമാനം 2018-ലാണ് ഈ മേഖലയിൽ അവസാനമായി ശമ്പള പരിഷ്കരണം നടന്നത്. അതിലും താഴ്ന്ന നിലയിലാണ് സർക്കാരിന്റെ പരിഷ്കരണം വീണ്ടും വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. ഇനി ഒരു 5 വർഷത്തേക്കുള്ള ശേഷം മാത്രമാണ് ശമ്പള പരിഷ്കരണം ഈ മേഖലയിൽ വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ശമ്പള പരിഷ്കരണം ഞങ്ങൾക്ക് മതിയായതല്ല. സർക്കാർ ഇപ്പോൾ ശമ്പളം കൂട്ടിയിരിക്കുന്നത് 23,000 രൂപയാണ് ബേസിക് ആയിട്ടുള്ള ശമ്പളം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് നിലവിൽ ശമ്പള പരിഷ്കരണം വന്നിരിക്കുന്നത്. വെറും 3,000 രൂപയാണ് അടിസ്ഥാന വേതനത്തിൽ സർക്കാർ കൂട്ടിയിരിക്കുന്നത്. ഈ 3,000 രൂപ കൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നാട്ടിൽ മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് മുകളിൽ ഒരു ശമ്പള പരിഷ്കരണം വേണമെന്ന് പറഞ്ഞ് ഈ സമരം നടത്തുന്നത്.
ഏകദേശം അപ്പോളോ ഹോസ്പിറ്റലിൽ 300-ൽ താഴെയുള്ള നഴ്സുമാരാണ് ജോലി ചെയ്തത്. അതിൽ 260 സ്റ്റാഫുമാർ ഇന്ന് ഇവിടെ സമരത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പല കാരണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പലരും വീട്ടിലിരിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇവിടെ 2ാമത്തെ ദിവസമാണ് ഈ കൊടും വെയിലത്ത്, ഇപ്പോൾ ഒരു വെയിലത്ത് ഞങ്ങളുടെ നഴ്സുമാർ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു അതിജീവന പോരാട്ടമാണിത്. ഇന്നില്ലെങ്കിൽ ഇനി ഇത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്. പല സ്ഥലങ്ങളിലും നഴ്സുമാരുടെ വളരെ ക്രൂരമായ മനോഭാവമാണ് മാനേജ്മെന്റ് എടുക്കുന്നത്. കുണ്ടകളെ ഇറക്കുക, നഴ്സുമാരെ തല്ലുക എന്നീ മാനേജ്മെന്റുകൾ വരെ നഴ്സുമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ നഴ്സുമാരെ സമരത്തിലേക്ക് ഇറക്കാതെ നിർത്തുന്നതിൽ മാനേജ്മെന്റ് വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായും തൃശ്ശൂർ സൈഡിൽ 2-3 ഹോസ്പിറ്റലൊക്കെ അവർ ചർച്ച നടത്തി അവരുടെ കാര്യങ്ങൾ സെറ്റിൽമെന്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളാണ് നമ്മളുമായി രമ്യതപ്പെടാൻ തയ്യാറാക്കാത്തത്. മാനേജ്മെന്റിന് കീഴിൽ വരുന്ന ചായയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളുടെ നിലപാടാണ്. ചായയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരും നിലവിൽ പറയുന്ന ശമ്പളം തരാൻ താല്പര്യമില്ലാത്തവരാണ്.